നമസ്കാരം. പാകിസ്ഥാനുമായുള്ള എല്ലാ ക്രിക്കറ്റ് ബന്ധങ്ങളും അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ടെന്ന് മുൻ ഇന്ത്യൻ താരം സൗരവ് ഗാംഗുലി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗാംഗുലിയുടെ പ്രതികരണം ഉണ്ടായത്. പാകിസ്ഥാൻ ടീമുമായുള്ള സഹകരണം 100% നിർത്തലാക്കാനുള്ള സമയമായി. കടുത്ത നടപടികൾ എടുക്കണമെന്നും എല്ലാ വർഷവും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് ഗൗരവമേറിയ കാര്യമാണെന്നും പറയുന്നു. ഭീകരതയോട് ഒരു വിട്ടുവീഴ്ചയുടെയും ആവശ്യമില്ല എന്നും പറയുന്നു. സൗരവ് ഗാംഗുലി വാർത്താ ഏജൻസിയായ ANIയോട് പറഞ്ഞതും ഇപ്രകാരമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് 2008 ശേഷം ഇന്ത്യ പാകിസ്ഥാനിൽ കളിച്ചിട്ടില്ല. 2013 ഇന്ത്യ പാക് പരമ്പര നടന്നത്. പാകിസ്ഥാൻ ആതിഥേയരായ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലാണ് നടത്തിയത്. BCCIയുടെ കണ്ടുപിടുത്തത്തെ തുടർന്നായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യയുടെ കളികൾ ദുബായിൽ നടത്താൻ സമ്മതിച്ചത്. അതേസമയം ഇന്ത്യയിലേക്ക് ഇനി കളിക്കാൻ പോകില്ലെന്ന നിബന്ധന പാകിസ്ഥാൻ ICCക്ക് മുന്നിൽ വച്ചിരുന്നു. ഇന്ത്യയിൽ നടക്കുന്ന വനിതാ ലോകകപ്പിൽ പാകിസ്ഥാന്റെ മത്സരങ്ങൾ മാത്രം മറ്റേതെങ്കിലും വേദിയിൽ നടത്തേണ്ടി വരുമെന്നും സൗരവ് ഗാംഗുലി കൂട്ടിച്ചേർത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇനി ഒരിക്കലും പാകിസ്ഥാനുമായുള്ള പരമ്പരകൾ സംഭവിക്കില്ലെന്ന് BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ICC ടൂർണമെന്റുകളിലും ഏഷ്യ കപ്പുകളിലുമായി ഇന്ത്യ പാക് മത്സരങ്ങൾ നടത്തുന്നുണ്ട്. കശ്മീരിലെ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചു ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തിരിച്ചടികൾ തുടങ്ങിയെന്നും പല സൈഡിൽ നിന്നാണ് ഇപ്പോൾ തിരിച്ചടികൾ ലഭിക്കുന്നതെന്നും ഇതിനോടകം പാക് സൈനികരുടെ മരണം ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. സ്വതന്ത്ര ഫലസ്തീനു വേണ്ടി പോരാടുന്ന ഫലസ്തീനിലെ ഹമാസിന്റെ നേതാവ് പാക് അധീന കശ്മീരിൽ സന്ദർശിച്ചെന്ന ഇന്ത്യയിൽ ഇസ്രായേൽ സ്ഥാനപതി റൂബൻ ആസാർ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ഇവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിനെതിരെ ഫലസ്തീനികൾ നടത്തിയ തൂഫാനുൽ അക്സയും പഹൽഗാം ആക്രമണവും പോലെയാണെന്നായിരുന്നു റൂബൻ ആവശ്യപ്പെട്ടത്. ഹമാസിനോട് ഇസ്രായേൽ ചെയ്തതുപോലെ തന്നെ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ICAയോടും ഇന്ത്യ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അവരുടെ നേതൃത്വം ഇല്ലാതാക്കണമെന്നും ഇന്ത്യയുടെ സഹകക്ഷികളായ രാജ്യങ്ങളോടും അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുമെന്നും റൂബൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പലരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിൽ വാർത്തകൾ വരുന്നത് എന്നുകൂടി പറഞ്ഞേ മതിയാകും. ഫലസ്തീനികളെ പിന്തുണയ്ക്കുന്ന യമനിലെ ഹൂതികളെ ആക്രമിക്കാൻ US-നെയും UK-യും പ്രേരിപ്പിച്ച രാജ്യമാണ് ഇസ്രായേൽ. അതിനാൽ തന്നെ പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജമ്മു കശ്മീരിലെ പഹൽഗാം വിനോദസഞ്ചാരികൾക്ക് തന്നെ നേരെയുണ്ടായ ഭീകരാക്രമണത്തെ അപലപിച്ച് ലോകരാജ്യങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു. ആക്രമണത്തെ അപലപിച്ചും അതുപോലെ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ ദുഃഖത്തിൽ പങ്കുചേർന്നുമാണ് ഇസ്രായേൽ സിംഗപ്പൂരും രംഗത്തെത്തിയത്. ഇന്ത്യയോടൊപ്പം ഐക്യത്തോടെ തന്നെ നിലകൊള്ളുന്നുവെന്ന് ഇസ്രായേൽ സേന തന്നെ എംബസി വക്താവ് ഗൈർനിർ അറിയിച്ചു. പഹൽഗാമിലെ ഭീകരാക്രമണം ഞെട്ടിക്കുന്നതെന്ന് ഇന്ത്യയിലെ സിംഗപ്പൂർ ഹൈക്കമ്മീഷൻ പ്രതികരിച്ചു. പഹൽഗാമിലെ നടന്ന നീചമായ ആക്രമണത്തിൽ തങ്ങൾ വളരെയേറെ ദുഃഖിതരാണെന്നും ഇസ്രായേൽ എംബസി വക്താവ് ഗൈർനിർ Xൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മനസ്സിൽ ആക്രമണങ്ങൾ ലോകമെമ്പാടും കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും ഒപ്പമാണെന്നും ഭീകരാക്രമണത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം ഇസ്രായേലിലേക്കും ഉണ്ടാകുമെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 27 പേർ കൊല്ലപ്പെട്ടത് അനൌദ്യോഗിക വിവരമാണ്. അതിനുശേഷം പാക് സൈനികരുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെയും ഇന്നലെ മുതൽ ഉണ്ടായിരുന്നു.